എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചീസ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. അതായത് ഞാൻ രണ്ട് തരത്തിൽ കാണിക്കുന്നുണ്ട്, മാംഗോ ചീസ് കേക്കും അതുപോലെ തന്നെ ബ്ലൂബെറി ചീസ് കേക്കും. അപ്പോൾ ചീസ് കേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്കിൽ മാത്രമാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. കാരണം ഞാനിന്ന് ചെയ്തിരിക്കുന്നത് മുട്ടയൊന്നും ഇല്ലാത്ത ബേക്ക് ചെയ്യാത്ത ചീസ് കേക്കാണ്. അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ചീസ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് 5ാമത്തെ തവണയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ മുന്നിൽ ഒരു കേക്കൊക്കെ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ചന മസാല, അതുപോലെ തന്നെ ചെറുപയർ കറി ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തൊരു വീഡിയോസ് കാണാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട നമുക്ക് എങ്ങനെയാണ് രുചികരമായ ചീസ് കേക്ക് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് പേരുടെ പ്രിയപ്പെട്ട ചീസ് കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ? ഞാനിന്ന് ഇവിടെ 2 തരത്തിൽ ഉണ്ടാക്കി കാണിച്ചു തരാം. അതായത് മാംഗോ ചീസ് കേക്കും പിന്നെ അതുപോലെ തന്നെ ബ്ലൂബെറി ചീസ് കേക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് ബിസ്ക്കറ്റാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മേരിഗോൾഡ് ബിസ്ക്കറ്റ്. നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ ക്രീം ബിസ്ക്കറ്റോ അങ്ങനത്തെ ബിസ്ക്കറ്റൊന്നും പാടില്ല. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 200 ഗ്രാം ബിസ്ക്കറ്റാണ്. എണ്ണം പറയുകയാണെങ്കിൽ 36 എണ്ണം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ക്രീം ചീസ് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതിയാവും. അതായത് 100 ഗ്രാം 18 എണ്ണം എന്നുള്ള രീതിയിൽ എടുത്താൽ മതി കേട്ടോ, ചെറുത്. അത് ഉണ്ടാക്കി നോക്കിയിട്ട് നന്നായി ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ വലിയ അളവിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചീസ് കേക്കിൻ്റെ ബേസ് ഉണ്ടാക്കണം. ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിസ്ക്കറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു മിക്സിയിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കണം ആദ്യം തന്നെ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. അതിനുവേണ്ടി മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഒന്ന് മുറിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മൊത്തത്തിൽ നന്നായിട്ട് പൊടിച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ ബിസ്ക്കറ്റ് നൈസായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ബട്ടർ, ഉരുക്കിയ വെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം, പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ബട്ടർ തന്നെയാണ്. അപ്പോൾ ബട്ടറിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ ഒഴിച്ചു നോക്കിയിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ബട്ടറിലേക്ക് ഒഴിച്ചു നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഹാഫ് ക്വാണ്ടിറ്റി ആണെങ്കിൽ എല്ലാം ഇതിൻ്റെ പകുതി എടുത്താൽ മതിയാവും. ചൂടില്ലാത്ത ബട്ടറാണ് കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ബട്ടർ കൂടിപ്പോയാലും നന്നായി വരില്ല. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ ഹാഫ് ക്വാണ്ടിറ്റി ആണെങ്കിൽ നിങ്ങൾ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് നോക്കിയിട്ട് പോരാൻ തോന്നുന്നെങ്കിൽ മാത്രം എക്സ്ട്രാ ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഓവറായി കഴിഞ്ഞാൽ ഇത് ശരിയാവില്ല. അപ്പോൾ ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഇത് പെർഫെക്റ്റ് ആയി മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു നോക്കുക. ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞ് ഇതുപോലെ നമുക്ക് ഉരുട്ടാൻ പറ്റണം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് എത്ര അളവ് വേണമെങ്കിലും, നിങ്ങൾക്ക് ഇതിനേക്കാളും വലിയ ചീസ് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ചായിട്ട് ബട്ടർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പിടിച്ച് നോക്കുമ്പോൾ ഇതുപോലെ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയി എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ടിൻ എടുക്കാം. കേക്ക് ടിൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന ഇതേപോലെ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാനിപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യം ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. സെപ്പറേറ്റ് ആയിട്ട് ബേസ് എടുക്കാൻ പറ്റുന്ന കേക്ക് ടിന്നിലാണ് സാധാരണ രീതിയിൽ നമ്മൾ ചീസ് കേക്ക് ഉണ്ടാക്കാറുള്ളത്. അതേസമയം ഇപ്പോൾ എല്ലാവരും എടുത്തും ഇതുപോലത്തെ ടിൻ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധം പറയാൻ പറ്റില്ലല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യാം, ഇതുപോലെ റിങ് വാങ്ങിക്കാൻ കിട്ടും നമുക്ക്, അതിൽ വെക്കാം. ഇങ്ങനത്തെ കേക്ക് ടിന്നുകൾ ഒന്നുമില്ലെങ്കിലും സാധാരണ കേക്ക് ടിന്നിൽ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ നമ്മുടെ നല്ല ഭംഗിയുള്ള ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാം. പക്ഷെ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇൻഡിവിജ്വൽ സെർവിങ്സ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇങ്ങനത്തെ ഒരു പാൻ എൻ്റെ അടുത്തുള്ള കാര്യം ഞാൻ ഇതിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ ഞാൻ പറഞ്ഞ പോലെ ചെറിയ അളവിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ സൈഡിലും അതുപോലെ തന്നെ താഴെയും ബട്ടർ പേപ്പർ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമുക്കൊരു ധൈര്യത്തിന് വേണ്ടി ചെയ്യണമെന്ന് മാത്രം. അതിനുശേഷം ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ബിസ്ക്കറ്റിൻ്റെ ലെയർ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് തിക്ക് ലെയർ ആയിട്ട് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഒരു തിൻ ലെയർ മതിയെന്നെങ്കിൽ തിൻ ലെയർ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു സ്പൂൺ എടുത്തിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു ഡവർ ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ബട്ടർ നമ്മൾ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് അതിങ്ങനെ ബിസ്ക്കറ്റ് ഇങ്ങനെ ശരിക്കും തിക്കായിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ സൈഡിലേക്കും എല്ലാ ഭാഗത്തേക്കും എത്തിയെന്ന് ഉറപ്പ് വരുത്താം. അതിനുശേഷം ഞാനിവിടെ ഒരു ഗ്ലാസ് എടുക്കാം, അതല്ലെങ്കിൽ ഇതേപോലെ ഡവർ ഉണ്ടെങ്കിൽ ഡവർ എടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വീട് പണിയുന്ന സമയത്ത് സിമെൻറ്റ് തറ റെഡിയാക്കൂലേ, അത് ഓർമ്മ വരുന്നു അല്ലേ? എനിക്കത് ഓർമ്മ വന്നു കേട്ടോ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മ വന്നിട്ടുണ്ട്? പുതിയ പിള്ളേർക്ക് ഇതൊന്നും അറിയണ്ടാവില്ല, പക്ഷെ പഴയ നമ്മുടെ ജനറേഷൻ ആൾക്കാർക്ക് അതൊക്കെ ഓർമ്മ വരും. അപ്പോൾ എനിവേ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണേ എല്ലാ ഭാഗത്തും. അല്ലെങ്കിൽ നമ്മൾ ഈ ചീസ് കേക്ക് എടുക്കുന്ന സമയത്ത് അങ്ങ് പൊട്ടിപ്പോവും നന്നായിട്ട് ലെവൽ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ നമ്മുടെ ബേസ് ഉറപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം ചീസൊക്കെ റെഡിയാക്കണം. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഹോം മെയ്ഡ് ക്രീം ചീസാണ്. അതായത് നമ്മൾ പാലൊക്കെ പിരിച്ചിട്ട് ചെയ്തിരിക്കുന്ന
റെസിപ്പി. അതേസമയം നമുക്ക് ക്രീം ചീസ് തൈര് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അത് ഈ ഒരു റെസിപ്പിക്ക് ഉപയോഗിക്കാൻ പാടില്ല. കാരണം അത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ മെൽറ്റായി പോവും. ഈ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടില്ല. അതൊക്കെ നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റുന്ന ക്രീം ചീസിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഉപയോഗിക്കാം എങ്ങനെയാണെന്നറിയാമോ? ജലാറ്റിൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഇതിൽ ജലാറ്റിൻ ഉപയോഗിക്കുന്നില്ല. ജലാറ്റിൻ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ക്രീം ചീസ് ഉപയോഗിക്കാം. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ തിക്കായിട്ടുള്ള ക്രീം ചീസാണ് ഏറ്റവും ഈ ഒരു ഞാൻ പറയാൻ പോകുന്ന റെസിപ്പിക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു 1/2 മണിക്കൂർ മുമ്പ്. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് 400 ഗ്രാം. അതായത് ടേബിൾ സ്പൂണിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂണിൻ്റെ വലിയ ടേബിൾ സ്പൂണിൻ്റെ കണക്ക്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇത് ഒരു വലിയ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ജസ്റ്റ് ഹാഫ് എമൗണ്ട് എടുത്താൽ മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ഒരു വലിയ കേക്ക് ചെയ്യുന്ന കാരണമാണ് ഇത്ര എടുക്കുന്നത്. അല്ലെങ്കിൽ 200 ഗ്രാം എടുത്താൽ മതിയാകും. അപ്പോൾ നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലുള്ള ഹാൻഡ് മിക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സാധാരണ വിസ്ക് ഉപയോഗിച്ചിട്ടും അതൊന്നും അല്ലെങ്കിൽ നല്ല ഒരു ഫോർക്ക് വെച്ചിട്ടും ഒന്ന് വിപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചീസ് ഞാൻ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയുടെ അളവ് ഡിപ്പെൻസ്. ഇപ്പോൾ ഞാനൊരു മീഡിയം മധുരമുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. അതേസമയം നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഷുഗറിൻ്റെ അളവ് മാറ്റം വരുത്താം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഒരു 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നോക്കാം. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് ഷുഗർ ഇടരുത്, അതെപ്പോഴും ശ്രദ്ധിക്കുക. ഓരോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് ഇടണ്ട കേട്ടോ. ഇപ്പം നമ്മൾ തൈര് വെച്ചുള്ള ക്രീം ചീസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകും ഇങ്ങനെ ചെയ്യുമ്പോഴേക്കിനും. അപ്പോൾ അതുകൊണ്ട് കൺസിസ്റ്റൻസി കറക്റ്റായി കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിലാണെങ്കിൽ നിങ്ങൾ എന്തായാലും ജലാറ്റിൻ ഉപയോഗിച്ചേ പറ്റൂ. മിഡിലോട്ടാക്കി കൊടുക്കാം. ഓക്കെ, ഇത്ര മതി. ചീസിൻ്റെ സ്മെല്ല് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വാനില എസൻസ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ വാനില എസൻസ് ഒഴിക്കുന്നില്ല. അതിന് പകരമായിട്ട് ഒരു അല്പം നമ്മുടെ ചെറുനാരങ്ങയുടെ തൊലിയില്ലേ, അത് ജസ്റ്റ് ഒന്ന് നൈസായിട്ട് എടുത്തത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന് ഉപ്പും പുളിയൊക്കെ നോക്കുക. ക്രീം ചീസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ചെറിയൊരു ഉപ്പും പുളിയൊക്കെ ഉള്ളതാണ്. പുളി കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരുപാട് പുളി താല്പര്യം ഇല്ലാത്ത കാരണം ഞാൻ ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1-2 ടീസ്പൂൺ വരെ ലെമൺ ജ്യൂസ് നിങ്ങൾക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ലെമൻ്റെ തൊലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അപ്പം നിങ്ങൾ ജലാറ്റിനൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ഡയറക്റ്റ് ആയിട്ട് ഇതിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ ജലാറ്റിൻ ചേർക്കാത്ത കാരണം വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ബൗള് 1 മണിക്കൂർ മുമ്പ് ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രീസറിൽ എടുത്ത് വെച്ച ബൗളിൽ നമ്മൾ തണുപ്പുള്ള ഒരു 5 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മതി, ഞാൻ പറഞ്ഞല്ലോ. ഒരുപാട് കഴിഞ്ഞാൽ കേക്ക് സെറ്റ് ആവില്ല. 5 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം നമുക്ക് വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് മീഡിയം സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്യാം. നല്ല സ്റ്റിഫ് പീക്സ് വരുന്ന വരെ വിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീം ഞാൻ വിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 8 മിനിറ്റ് എടുത്തു കിട്ടും വിപ്പായി കിട്ടാൻ. ഇതുപോലെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഏകദേശം ഒരു 2 വലിയ ടേബിൾ സ്പൂണേ വരുള്ളൂ. ഇത്ര മാത്രം ചേർക്കാൻ പാടുള്ളൂ. ഓവറായി ക്രീം ചേർക്കാൻ പാടില്ല. കൂടുതൽ ചേർത്തിട്ട് പിന്നെ സെറ്റ് ആയിട്ടില്ലെങ്കിൽ എന്നെ കുറ്റം പറയാൻ പാടില്ല കേട്ടോ. എനിക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ള കാരണമാണ് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. ഇതിൽ ഞാൻ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ കേക്കിൽ ഒരുപാട് മധുരം താല്പര്യമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഷുഗർ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്രീം ജ്യൂസിൻ്റെ കൂടെ ഇത് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് വിപ്പിംഗ് ക്രീം കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുമിച്ച് ഇടാൻ പാടില്ല. ഇട്ട് പതുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. ഒരേ സൈഡിലേക്ക് മാത്രം ഇങ്ങനെ ഈവനായിട്ട് ഫോൾഡ് ചെയ്യണം കേട്ടോ. കാരണം വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തേക്കും ഈവനായിട്ട് എത്തിയാൽ മാത്രമാണ് കേക്ക് ശരിയാവുള്ളൂ. ഇപ്പോൾ വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഞാനിതിപ്പോൾ 5ാമത്തെ തവണയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കുന്നത്. നമ്മുടെ ചീസ് കേക്ക് 4 തവണയും പല രീതിയിൽ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പല രീതിയിലും ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ബേക്ക് ചെയ്യാതെ നമ്മളിപ്പോൾ ഇതിൽ ചിലവരെന്താ ചെയ്യുക, മാംഗോ ജ്യൂസ് അടിച്ചിട്ട് മാംഗോ പ്യൂരി മാത്രം ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ജലാറ്റിൻ ചേർക്കണം, അല്ലെങ്കിൽ സംഭവം സെറ്റ് ആവില്ല. അപ്പോൾ ജലാറ്റിൻ ചേർക്കാണ്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഞാൻ പിന്നെ മാക്സിമം ജലാറ്റിൻ ഒഴിവാക്കാന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മാംഗോ പ്യൂരി നിങ്ങൾക്ക് ഇതിൽ കൂടെ ചേർത്ത് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ജലാറ്റിൻ എന്തായാലും ചേർത്തേ പറ്റൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഇതങ്ങ് സെറ്റായി വരില്ല. അല്ലെങ്കിൽ അഗർ ചേർക്കാം, അതായത് ചൈന ഗ്രാസ് ചേർക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രീം ചീസും വിപ്പിംഗ് ക്രീമും നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആദ്യത്തെ ലെയർ സെറ്റായിരിക്കുന്ന കേക്ക് ടിന്നിലോട്ട് അതങ്ങ് മാറ്റാം. നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ലെയർ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്രീം ചീസ് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഈവനായിട്ട് നമുക്ക് റെഡിയാക്കണം. അപ്പോൾ മൊത്തത്തിൽ ആദ്യം തന്നെ ഇത് ഇടട്ടെ, അതിന് ശേഷം നമുക്ക് ഈവനാക്കി എടുക്കാം. ഞാൻ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, അതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു കുഞ്ഞി
ചീസ് കേക്ക് നമ്മുടെ റിങ് വെച്ച് ചെയ്യുന്നതും. അത് ബ്ലൂബെറി ആണ്, പേപ്പർ വെക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സെറ്റ് ആവുന്നത് വരെ ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. 2 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ സൂപ്പറായി സെറ്റ് ആവും. അതല്ല എന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെക്കുക. അപ്പോൾ രാത്രിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും സൂപ്പർ സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ 2 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ വെച്ചാൽ മാത്രമാണ് നമുക്ക് കേക്ക് കട്ട് ചെയ്തെടുക്കുന്ന രീതിയിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. മോൾഡ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബിസ്ക്കറ്റ് ലെയർ, മേലെ ക്രീം ചീസിൻ്റെ ലെയർ, ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ അൺമോൾഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇങ്ങനെ നമുക്ക് സെർവ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ വെറുതെ ജസ്റ്റ് ഫ്രൂട്ട്സ് മാത്രം വെറുതെ വെച്ച് കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഫ്രൂട്ട്സ് മാത്രമേ വെക്കുന്നുള്ളൂ. അതായത് മാംഗോ സ്ലൈസ് ആയിട്ട് വെക്കാൻ പോവുകയാണ്, അല്ലാതെ ഇനി മാംഗോ പ്യൂരി ഒന്നും ഇതിലേക്ക് ഒഴിക്കുന്നില്ല. നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. മാംഗോൻ്റെ ആ മേലെ ഒഴിക്കാനുള്ള പ്യൂരി റെഡിയാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2 അൽഫോൺസോ മാമ്പഴം എടുക്കുന്നത്. നിങ്ങളുടെ അടുത്തുള്ള ഏത് മാമ്പഴം ആണെങ്കിലും ഉപയോഗിക്കാം. അതേസമയം മാമ്പഴം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും വെച്ചിട്ടുണ്ടാക്കാം. ബ്ലൂബെറി, സ്ട്രോബെറി, അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട്, എന്താണ് നിങ്ങൾക്ക് താല്പര്യം അതനുസരിച്ച് ഉണ്ടാക്കാം. ഒന്നുമില്ലെങ്കിലും ഫ്രൂട്ട്സ് ഇല്ലെങ്കിലും വെറുതെ ചീസ് കേക്ക് മാത്രം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇത് മാങ്ങ ഉള്ള കാരണമാണ് ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് മാമ്പഴം, അപ്പോഴതാ ഞാൻ 2 മാമ്പഴം ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഒട്ടും തന്നെ ഞാൻ വെള്ളം ചേർക്കുന്നില്ല. ഓക്കെ, അപ്പം ഞാനിവിടെ 2 മാങ്ങ ജ്യൂസ് ആക്കിയിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട്. അതിലേക്ക് നമുക്കൊരു അല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ്. അതിനുശേഷം നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏത് ഫ്രൂട്ട് ആണെങ്കിലും, ഇപ്പോൾ സ്ട്രോബെറി ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഓവറായിട്ട് അങ്ങ് ജ്യൂസ് ആക്കണ്ട, ഒന്ന് കടിക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ ബ്ലൂബെറി ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യും. അതിനുശേഷം കുറച്ച് വെള്ളവും പഞ്ചസാരയും കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങ് വറ്റിച്ചെടുക്കും. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലുള്ള മാമ്പഴമാണെങ്കിൽ അധികം പഞ്ചസാര വേണ്ട. പുളിയുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. മീഡിയത്തിലോട്ട് തീ വെച്ചിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം. കാരണം എന്ത് മധുരത്തിൻ്റെ ഐറ്റം ഉണ്ടാക്കുമ്പോഴും, സ്വീറ്റ് ആയിട്ടുള്ള ഡിഷ് ഉണ്ടാക്കുമ്പോഴും ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ മാത്രമാണ് കറക്റ്റായിട്ട് മധുരത്തിന് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ പിന്നെ ലെമൺ ജ്യൂസ് ഒഴിക്കേണ്ട. അതല്ലെങ്കിൽ ഒരല്പം ലെമൺ ജ്യൂസ് അവസാനം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരല്പം മാത്രം ഉപ്പ് ചേർക്കുക കേട്ടോ. 5 മിനിറ്റോളം ഞാനിത് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ പൊട്ടിത്തെറിക്കുന്നുണ്ടേ, അത് സൂക്ഷിക്കണം. വെള്ളം ഒഴിച്ചായിരുന്നു, ആ വെള്ളം പൊട്ടിത്തെറിച്ച് പോയതാണ്. ഇനി പൊട്ടിത്തെറിക്കില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അല്പം മാത്രം ലെമൺ ജ്യൂസ്, ഞാൻ പറഞ്ഞ പോലെ പുളിയുള്ള മാങ്ങയാണെങ്കിൽ ലെമൺ ജ്യൂസിൻ്റെ ആവശ്യമില്ല. ഒരല്പം മാത്രം, ഒരു 1/4 ടീസ്പൂൺ മാത്രം ലെമൺ ജ്യൂസ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മിക്സ് ചെയ്യുക, ഓഫ് ചെയ്യുക. ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. കുറച്ച് ബ്ലൂബെറി ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് പഞ്ചസാര ഇട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് വറ്റിച്ചെടുക്കണം. ഇതാണ് ഞാൻ ചെറിയൊരു ചീസ് കേക്കിൻ്റെ മുകളിലേക്ക് ഇടാൻ പോകുന്നത്. എനിക്ക് ഈ ബ്ലൂബെറിയുടെ കളർ കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ. ഇതേപോലത്തെ ഒരു സാരി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. നല്ല തിക്കായിട്ടുണ്ട്. ഈ ഒരു തിക്കാവുന്നൊരവസ്ഥയിൽ നമുക്ക് ഇച്ചിരി മാത്രം ലെമൺ ജ്യൂസ് ഒഴിക്കാം. ഒരു ഗ്ലേസിങ് വരും ലെമൺ ജ്യൂസ് ഒഴിച്ച് കഴിഞ്ഞാൽ. നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. 2 മണിക്കൂർ കേക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് ഡിമോൾഡ് ചെയ്താലോ? സൈഡ് പിടിച്ചെടുക്കാം. പക്ഷേ മാംഗോ കൂടെ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ മാംഗോ പ്യൂരിയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. മാംഗോ പ്യൂരി ഒഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് 15 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാൻ കുറച്ച് മാംഗോൻ്റെ സ്ലൈസ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാൻ പോവുകയാണേ. നിങ്ങൾക്ക് ഡെക്കറേഷൻ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെ തോന്നുന്നു അതുപോലെ ചെയ്തോളൂ കേട്ടോ. നമ്മുടെ ആപ്പിൾ കേക്ക് ഉണ്ടാക്കിയില്ലേ, ഞാൻ അതുപോലെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. മുഴുവനും ഈ ഇത് വെക്കുന്നില്ല. കുറച്ച് മിഡിൽ പോർഷനിൽ നമ്മൾ നേരത്തെ റെഡിയാക്കിയിരിക്കുന്ന മാംഗോ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇത്ര മാംഗോസ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലെ കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ തിക്കായിട്ടുള്ള മാംഗോൻ്റെ സോസ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ സംഭവം ഇല്ലെങ്കിൽ മാംഗോ ഇങ്ങനെ ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതും കൂടെ ഒഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മാംഗോൻ്റെ സോസ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ മാംഗോയുടെ ഉള്ളിൽ കുറച്ച് ജലാറ്റിൻ ഇട്ടിട്ട് മേലെ കംപ്ലീറ്റ് ഒരു ലെയർ പോലെ കൊടുക്കാം. അപ്പോൾ തിക്കായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ റെസിപ്പി എടുത്തിരിക്കുന്നത് ടെറസ് കിച്ചൻ എന്ന് പറഞ്ഞൊരു ചാനലിൽ നിന്നാണ് കേട്ടോ. അവർ ചെയ്തിരിക്കുന്നത് സ്ട്രോബെറി വെച്ചിട്ടാണ്. ഞാൻ അതിന് പകരം മാംഗോ വെച്ച് ചെയ്തു എന്ന് മാത്രം. ഒരു മിൻറ്റ് ലീഫും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് അടിപൊളിയായി. ഇനി പിക്ചറൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഞാനൊരു ചെറിയ കേക്ക് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന റിങ്ങിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്ലൂബെറിയുടെ സോസ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ഗ്ലാസ്സിലും ഞാൻ കുറച്ച് മാംഗോ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കില്ലേ. കുഞ്ഞു കുഞ്ഞു ഗ്ലാസ് ഉണ്ടെങ്കിൽ ഇതേപോലെ സെർവ് ചെയ്യാം. ഇങ്ങനെ ഡിമോൾഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ
പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതേപോലത്തെ റിങ്ങിലായിരുന്നു. അത് നമുക്ക് ഡിമോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ബ്ലൂബെറിയുടെ സോസ് ഒഴിച്ചു കൊടുക്കാം. ഡിമോൾഡ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കുക. ഗ്ലാസിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം താഴോട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു ചെറിയ ഇതാണ് കേട്ടോ, ബാക്കി കുറച്ചുണ്ടായിരുന്നതിൽ ഞാൻ ചെയ്തതാണ്. അങ്ങനെ 5ാമത്തെ പ്രാവശ്യം നമ്മുടെ ചീസ് കേക്ക് റെഡിയായി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കേടായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ശരിയായില്ലെങ്കിലും വിഷമിക്കരുത്. നമ്മൾ ട്രൈ ചെയ്ത് നമുക്ക് എന്ത് സാധനമാണെങ്കിലും റെഡിയാക്കി എടുക്കാൻ പറ്റും. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. ഇവിടെ ആൾക്കാരൊക്കെ എന്നെ പ്രാന്തെന്ന് പോലും ചിലപ്പോൾ വിശേഷിപ്പിക്കാറുണ്ട്, എൻ്റെ കെട്ടിയവനൊക്കെ. നിങ്ങൾക്കറിയാലോ നമ്മുടെ പപ്സിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ കാർപ്പൽ ടണൽ സിൻഡ്രോം കൂടിയത് അത് കാരണം. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മുറിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് കട്ട് ചെയ്യാം. മാംഗോൻ്റെ സിറപ്പുള്ള കാരണം കുറച്ചൊന്ന് മെസ്സി ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും നമുക്ക് നോക്കാം. കേക്ക് കട്ട് ചെയ്യുമ്പോൾ നല്ലോണം താഴെ ബിസ്ക്കറ്റ് ഉണ്ട്, അതുകൊണ്ട് ഇച്ചിരി ഒന്ന് തീ കൊടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ. നമുക്ക് ഇപ്പുറത്തുനിന്നും കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വായി ഞാൻ കഴിക്കട്ടെ കേട്ടോ. അതുവേണ്ട. അപ്പോൾ എല്ലാവരും തയ്യാറാക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയിലെ റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.